ഗംഗാ, സരസ്വതി, കാളിന്തി, ശോണ, നർമ്മദ, ഗോദാവരി, ഗോമതി, ഹൈമവതി ഈ നദീതടങ്ങളിലൊക്കെ ഉള്ള ക്ഷേത്രങ്ങൾ മോക്ഷ നൽകണം. കൂടാതെ സമുദ്രങ്ങളുടെ അടുത്തുള്ള ദ്വീപുകളിലുള്ളത്, തടാകങ്ങളുടെ കരയിൽ, സിന്ധു നദിയുടെ തീരത്ത്, കൃഷ്ണ, തുംഗഭദ്ര, ഉപവേണി, കാവേരി, വേഗവതി, വേഗവതിച്ച വൈഗ, നമ്മുടെ മധുരയിലെ വൈഗൈ നദി, വേഗവതി, താമ്രപർണി, മരള, ഐരാവതി ഈ നദികളൊക്കെ. അതേപോലെ തന്നെ കന്യാകുമാരി, തപസ, വരുണ, മന്ദാകിനി, ക്ഷിപ്ര, സരയു, വിഭാഷ, ശതദ്രുതി, ചർമ്മണ്വതി, ഭീമരതി, ബിന്ദുസരസ്, പമ്പ സരസ് നദിയല്ല, നമ്മുടെ നദിയല്ല, കർണാടകത്തിലുള്ള പമ്പ സരസ്, ഭൈരവി, കൗശികി, മാലിനി, ഗന്ധവതി, മാനസം, ശോഭ, ഇന്ദ്രദ്യുമ്ന സരസ്, മണികർണിക, വരദ, താപി, പാതാളഗംഗ, ശരാവതി, ലോഹിതി, കാലമ, വിദസ്ത, ചന്ദ്രഭാഗ, സുരലോഭ, ചന്ദ്രഭാഗയുടെ തീരത്തിന് പാണ്ഡുരംഗിരിക്കുന്നത്, സുരലോഭ, പയോഷ്ണി, മധുമതി, പിനാകിനി ഇതിൻ്റെയൊക്കെ തീരങ്ങൾ. ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ മോക്ഷം തന്നെയാണ്. അതിനുശേഷം വാരാണസിയെക്കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞു. വാരാണസി അവിമുക്തൻ എന്ന പേരിൽ ഭഗവാൻ അവിടെ ഇരിക്കുന്നുണ്ട്, അവിമുക്തേശ്വരൻ എന്ന് പറഞ്ഞിട്ട് ചുരുക്കി പറയുന്നുണ്ട്. പിന്നെ ബദരികാശ്രമത്തിന് ത്രയംബകൻ എന്ന പേരിൽ ഭഗവാൻ ഇരിക്കുന്നത് അവിടെയാണെന്ന് പറഞ്ഞു. ഗയയിലിരിക്കുന്ന ഭഗവാന്മാരെ കുറിച്ച് പറഞ്ഞു. അതേമാതിരി തന്നെ അമരേശം, അമർനാഥിലിരിക്കുന്ന ക്ഷേത്രത്തിൽ ഭഗവാന്റെ പേര് ഓംകാരൻ എന്നാണ്. അവിടെ ദേവി ചണ്ഡികയാണെന്ന് പറയുന്നത്. പുഷ്കരത്തിലിരിക്കുന്ന രാജസ്ഥാനിൽ ആഷാഢേശൻ എന്നുള്ള പേരിലും അമ്മ രതീശ എന്ന പേരിലും അവിടെ ഇരിക്കണു എന്ന് പറയുന്നുണ്ട്. ഗണ്ഡിമുണ്ടി എന്ന പേരുള്ള സ്ഥലത്ത് ഭഗവാൻ മുണ്ടിയായിട്ടും ദേവി ദണ്ഡികയായിട്ടും ഇരിക്കുന്നു പറയുന്നു. ലാകുലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭഗവാൻ ലഘുലീശനായിട്ടും ദേവി അനങ്കയായിട്ടും ഇരിക്കുന്നു. അതുമാതിരി ഭാരഭൂതി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭഗവാനെ അരാളകേശ്വരത്തെ ഭഗവാനെ, ഗയയിൽ ഭഗവാൻ മംഗള എന്ന പേരിൽ അമ്മയും ഭഗവാൻ പ്രപിതാമഹൻ എന്ന പേരിലുള്ള ഗയയിലിരിക്കുന്നത്. ഈ പേരുകളൊക്കെ കേൾക്കുന്നത് വിശേഷമാണെന്ന് പറഞ്ഞു. കുരുക്ഷേത്രത്തിൽ സ്ഥാണുമായിട്ടിരിക്കുന്നു. സ്ഥാണുപ്രിയ എന്ന നമ്മുടെ പേരവിടെ. കൻഖലിൽ ഹരിദ്വാറിൻ്റെ അടുത്ത് ദക്ഷയാഗം നടന്ന സ്ഥലം, അവിടെ ഉഗ്രനുമായിട്ട് അമ്മയും ഭഗവാനും ഇരിക്കുന്നു. താലകം എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്വയംഭൂവായിട്ടാണ് ദേവി ഇരിക്കുന്നത്. ഭഗവാൻ സ്വയംഭൂവാണ്, ദേവി സ്വയംഭൂവിയാണ്. അട്ടഹാസം എന്ന പേരോട് കൂടിയിട്ടുള്ള ക്ഷേത്രത്തിൽ സൂര്യൻ ശിവനെ പൂജിച്ച സ്ഥലമാണ്. കൃത്തിവാസം എന്ന സ്ഥലത്ത് കൃത്തിവാസസായിട്ടുള്ള ഭഗവാൻ. കൃത്തിവാസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനത്തോല് പുറച്ചാണ് ആണ് കൃത്തിവാസൻ. പിന്നെ ശ്രീശൈലത്തിൽ ഭഗവാന്റെ പേര് മല്ലികാർജുനൻ എന്നാണ്. അമ്മയുടെ പേര് ഭ്രമരാംബിക. ഭ്രാമരീതി വിഖ്യാതം തന്മേന ഭവിഷ്യതി എന്ന് പറയും തിരുവാരണത്തിൽ. ഭ്രാമരി എന്ന പേര് വണ്ടുകളുടെ റാണിയായിട്ട് ഭുവനേശ്വരി ബീജത്തിൻ്റെ ശബ്ദത്തിൻ്റെ സ്വരൂപം ആയിട്ടിരിക്കുന്നതാണ് ഭ്രമരാംബിക. സുവർണോഹരി നദീതീരത്ത് ഭഗവാൻ കാലഹസ്തീശ്വരനും ബൃന്ദമുഖരാലക എന്ന പേരോടുകൂടിയുള്ള ദേവിയായിട്ടിരിക്കുന്നു. കാഞ്ചിയിൽ ഒറ്റ മറ്റേ മാങ്ങാമരത്തിൻ്റെ മാവിൻ്റെ താഴെ ഏകാംബരവൃക്ഷ ചുവട്ടിൽ ഭഗവാൻ കാമശാസനൻ എന്ന പേരിലും അമ്മ കാമാക്ഷി കെട്ടിയിരിക്കുന്നു. വ്യാഘ്രപുരം എന്ന ക്ഷേത്രത്തിൽ നൃത്തം ചെയ്യുന്ന ശിവനെ പതഞ്ജലി ഉപാസിക്കുന്നു, ചിദംബരം. പിന്നെ ശ്വേതാരണ്യം എന്ന ക്ഷേത്രത്തിൽ ഐരാവതത്തിന് ഒടിഞ്ഞ കൊമ്പ് തിരിച്ചു കിട്ടിയ സ്ഥലമാണ്. സേതുബന്ധത്തിൽ ശ്രീരാമൻ പ്രതിഷ്ഠിച്ചിട്ട് രാമനാഥൻ എന്ന പേരിൽ ഭഗവാൻ ഇരിക്കുന്നു. അതിനുശേഷം ഗതപ്രത്യം, മണിമുക്തം ഇങ്ങനെയൊക്കെയുള്ള നദികളുടെ ഗതപ്രത്യത്തിൽ വൃഷഭധ്വജൻ എന്ന പേരിൽ ഒരു അത്തിമരത്തിൻ്റെ താഴെ ഭഗവാൻ ജംബുവൃക്ഷത്തിൻ്റെ താഴെ ഇരിക്കുന്നു. മണിമുക്ത നദിയുടെ തീരത്ത് ഭഗവാൻ വളരെ വയസ്സനായിട്ട് വൃദ്ധാചലം ക്ഷേത്രത്തിലിരിക്കുന്നു. ബിരുദാചലം തമിഴ്നാട്ടിലെ ബിരുദാചലം ക്ഷേത്രം. മധ്യാർജനം എന്നുള്ള ക്ഷേത്രത്തിൽ ഭഗവാൻ ഗൗരിയോടുകൂടിയിട്ടിരിക്കുന്നു. സോമതീർത്ഥത്തിൽ ഭഗവാൻ സോമനാഥ് എന്ന പേര്, സോമനാഥൻ എന്ന പേരിൽ ഇരിക്കുന്നു. സോമനാഥത്തിൽ വെച്ചിട്ട് ശരീരം ധരിച്ച വീണ്ടും ജന്മം ഉണ്ടാവില്ല. യാദവന്മാർ മുഴുവൻ ശരീരം ധരിച്ചത് സോമനാഥത്തിൽ വെച്ചിട്ടാണ്. അവർക്കൊന്നും പിന്നെ ജന്മം ഉണ്ടായിട്ടില്ല എന്നാണ്. സിദ്ധവട ക്ഷേത്രത്തിൽ വാൽമീകേശൻ എന്നാണ് ശിവന്റെ പേര്. ഗംഗാദ്രി എന്ന സ്ഥലത്ത് ബ്രഹ്മാവും വിഷ്ണുവും ഭഗവാനെ ഭജിക്കുന്നുണ്ട്. ദ്രോണപുരം എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ സമുദ്രം പ്രക്ഷുബ്ധമായിരിക്കുന്ന സമയത്ത് ഭഗവാൻ തോണിയിൽ കയറി ലോകത്തിനെ രക്ഷിക്കാൻ പുറപ്പെട്ടു. ആ സ്ഥലം ശീർക്കാഴി എന്ന് വിളിക്കുന്നു. അവിടെ തോണിയപ്പൻ എന്നാണ് പറയുക തമിഴിൽ. ഭഗവാൻ തോണിയിലായിരിക്കും, വലിയ വിഗ്രഹമാണ്. ഒന്നാം നിലയിൽ മുകളിൽ കയറും, താഴെ ചുവരികു മുകളിൽ കയറി കഴിഞ്ഞാൽ അമ്മയും അച്ഛനും വലിയൊരു തോണിയിലിരിക്കുന്നതാണ്. അങ്ങനെ ഇങ്ങനെ ഇരിക്കണം. കുറേ ഹൈറ്റിൽ വലിയ
വലിയ വിഗ്രഹം അതിൻ്റെ ഉള്ളിൽ പേടിയോ വിചാരിക്കും വലിയ കൂറ്റൻ ഓൾമോസ്റ്റ് സ്റ്റേജിൻ്റെ ഒരു ഹൈറ്റ് ഉണ്ടാവും ഭഗവാൻ ഇരിക്കുന്ന രൂപത്തിൽ തന്നെ അതിൽ വലിയൊരു തോണി അങ്ങനെ ഒട്ടിച്ച് വെച്ച മാതിരി. പിന്നെ അതേപോലെ തന്നെ പുഷ്കരണി എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ദ്രജിത്ത് പ്രതിഷ്ഠിച്ചതാണ്. അത് ഈ പുഷ്കരണി നദിയുടെ തീരത്ത് ബ്രഹ്മാപുരം തമിഴ്നാട്ടിലാണ്. ബ്രഹ്മാപുരത്ത് തിരുജ്ഞാന സംബന്ധിൽ പോയി പാടിയ പാട്ടൊക്കെ ഉണ്ട്. ബ്രഹ്മപുരത്താണ് ഇന്ദ്രജിത്ത് പ്രതിഷ്ഠിച്ചത്. ശ്രീകോടിക എന്ന് പറയുന്ന സ്ഥലത്ത് എന്ന ക്ഷേത്രത്തിൽ അനവധി കോടി പാപങ്ങളെ ഭഗവാൻ മാറ്റുന്നുണ്ട്. ഗോകർണത്തിലെ ശിവനെ ആരാധിച്ചതുകൊണ്ട് സ്വർഗം പോലും പരശുരാമം വേണ്ടാന്ന് പറഞ്ഞു. അത്രയും പുണ്യമാണ് ഗോകർണം. ത്രിപുരാന്തകം എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ ഭഗവാൻ നരകഭയം മാറ്റിക്കൊടുക്കും. പിന്നെ കാലാഞ്ജനം, അതേപോലെ തന്നെ പ്രഭാസം. അവിടെ ഭഗവാന്റെ പേര് ഖണ്ഡേന്ദു ശേഖരൻ എന്നാണ്. ചന്ദ്രക്കര ധരിച്ചവൻ. അവിടെയാണ് ബലരാമനും കൃഷ്ണനും ഭഗവാനെ പൂജിച്ചത്. വേദാരണ്യത്തിൽ ദക്ഷൻ ഭജിച്ചു. വേദാരണ്യം തമിഴ്നാട്ടിലാണ്. തമിഴ്നാടിൻ്റെ വേദാരണ്യത്തിനോട് അടുത്തിട്ട് അവിടെ ചതുപ്പ് നിലങ്ങളുണ്ട്. ഈ ശ്രീലങ്കയിൽ ഈ LTT പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ വേദാരണ്യത്തിൻ്റെ ഉള്ളിലായിരുന്നു അവരുടെ ഒളിത്താവളങ്ങൾ പലതും ഉണ്ടായിരുന്നത്. രാജാജി ഈ ദണ്ഡി സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് സൗത്ത് ഇന്ത്യയിൽ ഉപ്പ് കുറുക്കിയത് അവിടെയാണ്. വേദാരണ്യം വളർത്തിയിരുത്തം. വേദാരണ്യം വളരെ വിശേഷമായിട്ട് സ്ഥലം. അവിടെ വേദാംബിക എന്നാണ് നമ്മുടെ പേര്. അമ്മയ്ക്കാണ് അവിടെ പ്രാധാന്യം. ഭഗവാൻ ഇരിക്കുന്നെങ്കിലും അമ്മയ്ക്കാണ് പ്രാധാന്യം. ദക്ഷൻ ഭജിച്ച സ്ഥലമാണ്. പിന്നെ ഹേമകൂടം വരുന്ന സ്ഥലം, അവിടെയാണ് സുബ്രഹ്മണ്യ സ്വാമി താരകാസുരനെ കൊല്ലാൻ പോകുന്നതിന് മുമ്പ് തമ്പടിച്ച് പടവളീരം പണിതിരുന്നത്. പിന്നെ വേണുവനം, ജാലന്ധരം, ജ്വാലാമുഖം, ഭദ്രവടം. ജ്വാലാമുഖം വെച്ചാൽ ജ്വാലാമുഖിയുടെ ക്ഷേത്രം. ഭദ്രവടം, നഗ്രോധാരണ്യം, ഗന്ധമാതനം, ഗോപർവതം, വീരഗോഷ്ടം, മഹാതീർത്ഥം, മയൂരപുരം, ശ്രീസുന്ദരം, കുംഭകോണം. കുംഭേശ്വരൻ എന്നാ പറയുക. പ്രളയജലത്തിൽ ഒഴുകി വന്ന കുടം പോലെ വന്നതുകൊണ്ട് കുംഭകോണം, ത്രയംബകം, ശ്രീപാടനം, കദംബപുരി, അവിനാശ, രക്തദാനനം, ശ്രീഹാടകം, ഹാടകേശ്വരൻ തുടങ്ങി ഭഗവാൻ, കൈലാസം. ഇതൊക്കെ വിശേഷപ്പെട്ട സ്ഥലങ്ങളാണ് എന്ന് അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് ഈ നൈമിഷാരണ്യത്തിൽ വെച്ചിട്ട് മഹർഷിമാർ സൂതനോട് ചോദിക്കുമ്പോൾ സൂതൻ പണ്ട് നന്ദികേശ്വരൻ മാർക്കണ്ഡേയ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തതാണെന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും പകർത്ത് വന്നത്. അത് മഹിഷാസുരവധം കഴിഞ്ഞതിന് ശേഷം. അതിനുശേഷം നന്ദികേശ്വരൻ ചോദിച്ചു, ഇനി എന്താ കേൾക്കേണ്ടത് അന്വേഷിക്കാന്ന് ചോദിച്ചപ്പോൾ മാർക്കണ്ഡേയ പർവ്വതം എല്ലാ ഫലങ്ങളും തരുന്ന പുണ്യക്ഷേത്രം ഏതാണ്? സർവ്വചരാചരങ്ങൾക്കും സ്മരണ മാത്രയിൽ മുക്തി കൊടുക്കുന്ന സ്ഥലം ഏതാണ്? ഇതറിയാൻ വേണ്ടിയാണ് എല്ലാ മഹർഷിമാരും ഇവിടെ കൂടിയിരിക്കുന്നവർ. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മഹർഷിമാരുടെ ഒക്കെ ഒരു പേര് പറയുന്നുണ്ട്. എന്തിനായി പേര് പറഞ്ഞാൽ ഇവരൊക്കെ പേരുകൾ എഴുതുമ്പോൾ മനസ്സുകൊണ്ട് നമസ്കരിക്കാണ്, അല്ലാണ്ട് അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്തിട്ട് വായിക്കാൻ വേണ്ടിയിട്ടല്ല. ഇവരൊക്കെ പേരുകൾ കേൾക്കണതേ പുണ്യം. ഒരു യജ്ഞശാലയിൽ അവരുടെ പേരുകൾ ഉച്ചരിക്കുന്നത്, ആ നാമത്തിൻ്റെ ധ്വനി അവിടെയൊക്കെ ഉൾക്കൊള്ളുന്നു. നമ്മുടെ ചെവികളിൽ ആ നാമങ്ങൾ വീഴുന്നത് പുണ്യമാണ്. ഈ മഹർഷിമാരെയൊക്കെ മനസ്സുകൊണ്ട് നമസ്കരിക്കാം. എല്ലാവരുടെയും പേര് വായിക്കാം. കുറച്ചധികം ഉണ്ട്. പുലഹൻ, പുലസ്ത്യൻ, വസിഷ്ഠൻ, മരീചി, അഗസ്ത്യൻ, ദധീജൻ, നക്രൂടൻ, ഭൃഗു, അത്രി, ജാബാലി, ജൈമിനി, ധൗമ്യൻ, ജമദഗ്നി, ഉപയാജൻ, യാജൻ, ഭരതൻ, അർവരീവൻ, പിപ്പലാദൻ, കണ്വൻ, കുമുദൻ, ഉപമന്യു, കുമുദാക്ഷൻ, കുൽസൻ, വത്സൻ, വരതന്തു, വിഭാണ്ഡൻ, വ്യാസൻ, കണ്വരീഷൻ, കണ്ഠു, മാണ്ഡവ്യൻ, കുക്ഷി, മാണ്ഡകർണി, ഛണ്ഡകൗശികൻ, ശാണ്ഡില്യൻ, ശാകടായനൻ, കൗശികൻ, ശാതാതവൻ, മധുച്ഛന്ദൻ, ഗർഗൻ, സൗഭരി, രോമേശൻ, ആപസ്തംഭൻ, പൃഥുസ്തംഭൻ, ഭാർഗവൻ, ഉദങ്കൻ, പർവ്വതൻ, ഭാരദ്വാജൻ, ധാൽമ്യൻ, ദാന്തൻ, ശ്വേതകേതു, കൗണ്ഡിന്യൻ, പുണ്ഡരീകൻ, രൈഭ്യൻ, തൃണബിന്ദു, വാൽമീകി, നാരദൻ, വഹ്നി, ദൃഢമന്യു, ബോധായനൻ, സുബോധനൻ, ഭാരീതൻ, മൃഗണ്ടു, ദുർവാസാവ്, അതിതീക്ഷ്ണൻ, ജാലപാതൻ, ശക്തി, കാങ്വര്യൻ, നദന്തൻ, ദേവദത്തൻ, ഞങ്കു, ശുശ്രുതൻ, അഗ്നിവേശൻ, ഗാലവൻ, മരുത്വാൻ, ലോകാക്ഷി, വിശ്രവസ്, സൈന്ധവൻ, സുമന്തു, ശിശുവായനൻ, മൗദ്ഗല്യൻ, ഋഷ്യശൃംഗൻ, ഏകപാദൻ, ക്രൗഞ്ചൻ, ഗോമുഖൻ, ദേവനൻ, അങ്കിരസ്, വാമദേവൻ, പതഞ്ജലി, കപിഞ്ചലൻ, സനത്കുമാരൻ, സനകൻ, സനന്ദൻ, സനാതനൻ, ഹിരണ്യനാഭൻ, വാദാശനൻ,
സുഹോദാവ്, മൈത്രേയൻ, പുഷ്പജിത്ത്, സംവർത്തൻ, ശൗത്കായിനി, പരാശരൻ, വൈശമ്പായനൻ, കൗസല്യൻ, ശാരദ്വതൻ, കവിധ്വജൻ, കുശസ്വാർച്ചകൻ, കൈവല്യൻ, യാജ്ഞവൽക്യൻ, അശ്വലായനൻ, ചരകൻ, പവിത്രൻ, കപിലൻ, അണാശി, നരൻ, നാരായണൻ. ഇത്രയും മഹർഷിമാർ അവിടെ ഉണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ